ഒരുപാട് ദൈവത്തോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ഈ നിലയിലൊന്ന് കാണാൻ എനിക്ക് വളരെ ഭാഗ്യമുണ്ടായി. സാധിച്ചു. FPT മോന് അഡ്മിഷൻ കിട്ടുകയും അവിടുത്തെ ട്രെയിനിങ് കാരണമാണ് അവനിതിപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ആർമിയിൽ ജോലി കിട്ടിയ സന്തോഷമായില്ലേ? ഞങ്ങൾക്ക് സന്തോഷമാണ്. അത് നമ്മുടെ പേരൻസിനെ ഒന്ന് പരിചയപ്പെടാനും സന്തോഷം അറിയിക്കാനും അതിനുള്ള ഉപകാരം അർപ്പിക്കാനും വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. ഇനി നമ്മളെ പേരൻസിനെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇതെന്റെ പപ്പ ഇപ്പം ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യുന്നു. അമ്മ ഹൗസ് വൈഫ്, അനിയൻ, ഇത് പപ്പയുടെ സിസ്റ്ററിന്റെ മോള്, അമ്മച്ചി. AFPT-യിലെ ജെൻസന്റെ അനുഭവം ഒന്ന് പറയാമോ? അനുഭവം ശരിക്കും ആർമി പോകണം എന്നൊരു ആഗ്രഹം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അത് ഓട്ടവും ചാട്ടവും ഒക്കെ എൻ്റെ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു. എനിക്ക് കസിൻ ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ്റെ കൂടെ ആയിരുന്നു ആദ്യം ഓടാനൊക്കെ പോകുന്നത്. പിന്നെ പ്ലസ് 2 ആയതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് AFPT-യെ കുറിച്ച് അറിയുന്നത്. പിന്നെ അവിടെ വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ സുനിൽ സാറിനെ പരിചയമായി. സുനിൽ സാറായിരുന്നു എൻ്റെ ഫിസിക്കലിനെല്ലാം നേതൃത്വം നൽകിയതും. പിന്നെ രാവിലെ ഇവിടുന്ന് പോകുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു. എനിക്ക് കോളേജ് പോകണമായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ ഒരു 5:30-6 മണിക്കാകുമ്പത്തേ ഇറങ്ങി ഗ്രൗണ്ടിൽ പോവുക. പിന്നെ സാറ് എനിക്കെല്ലാം സാറായിരുന്നു. അവിടെ സാറായിരുന്നു. സാറ് ട്രെയിനിങ് തന്നു, ഓടാനുള്ള പ്രാക്ടീസും അതിന്റെ നിർദ്ദേശങ്ങളും എല്ലാം തന്നത് സാറായിരുന്നു. പിന്നെ അക്കാഡമിക് ക്ലാസ്സിനെ കുറിച്ച് പറയാനാണേലും എല്ലാം എനിക്ക് എന്ത് വേണോ അതെല്ലാം അവിടെ തന്നെ എനിക്ക് തന്നു. എന്തൊക്കെ ചെയ്താൽ നമുക്ക് കയറിപ്പോകാമെന്നും എല്ലാം അവിടെ തന്നെയാണ് എനിക്കെല്ലാം തന്നത് ആ AFPT ആണ്. വീട്ടിൽ അറിഞ്ഞ ന്യൂസ് പേപ്പർ വഴി ഒരു പരസ്യം ഉണ്ടായിരുന്നു. അതിൽ വെച്ച് അത് വിളിച്ചു ചോദിച്ചു, AFPT-യോട് വിളിച്ചു ചോദിച്ചു. അങ്ങനെ അവിടെ ഒന്ന് പരിചയപ്പെടുകയും അവർ ആ ഡീറ്റെയിൽസ് പറയുകയും അങ്ങനെയാണ് AFPT എത്താൻ കാരണം.
ഇപ്പം ദൈവം അതും എല്ലാം സക്സസ് ആയി. സന്തോഷം. പ്രത്യേകിച്ച് FPT നന്ദി പറയുന്നു. ഇത്രയും വരെ കൊണ്ടെത്തിച്ച FPTക്ക് വളരെ നന്ദിയുണ്ട്. FPTയെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ ഞാൻ ആദ്യം ഗ്രൗണ്ടിൽ ചെന്ന് വാംപ് ചെയ്യുക, പിന്നെ ഇപ്പൊ റാലിയൊക്കെ എടുക്കാറാകുമ്പം അതിൻ്റെതായ സെപ്പറേറ്റ് റാലി ബാച്ചിനെ മാറ്റി നിർത്തി നമുക്ക് ഓരോ ദിവസവും ഓരോരോ ട്രെയിനിങ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസം ലോങ് റൺ വരും, അടുത്ത ദിവസം സ്പ്രിന്റ്, അങ്ങനെ ഓരോ ദിവസത്തെ ട്രെയിനിങ്. അതിൻ്റെ ആ ബെനിഫിറ്റ് കൊണ്ടാണ് എനിക്ക് ഈ തവണത്തെ റാലിയിൽ എക്സലൻ്റ് ആയിട്ട് കയറാൻ സാധിച്ചതും. FPTയിൽ മോന് അഡ്മിഷൻ കിട്ടുകയും അവിടുത്തെ ട്രെയിനിങ് കാരണമാണ് അവനിതിപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അതിന് FPTയോട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിങ് 9 മണിയാകുമ്പോഴത്തേക്കും കഴിയും. അതിന് എനിക്ക് 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് അക്കാഡമിക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ റാലി എടുക്കാറായപ്പോഴത്തേന് അതിൻ്റെ ഓരോ സബ്ജക്റ്റ് നമുക്ക് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് വെച്ച് ഓരോ മിസ്സുമാർ ട്രെയിനിങ് ക്ലാസ് എടുക്കുകയും അതിനുശേഷം എനിക്ക് ക്ലാസ് ടെസ്റ്റുകൾ നടത്തുകയും പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അതിനെ റെഫർ ചെയ്യുകയും അങ്ങനെ കുറേ ഹെൽപ്പ് എനിക്ക് FPT കൊണ്ട് സാധിക്കുകയും. എന്നുവെച്ചാൽ എനിക്ക് ഈ ആർമിയെക്കുറിച്ച് പോകണം എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ FPT വന്ന് സാറിൻ്റെയും മിസ്സുമാരുടെയൊക്കെ ഹെൽപ്പ്, ക്ലാസ്സും ഫിസിക്കലും എല്ലാം കൊണ്ടാണ് എനിക്ക് കയറിപ്പോകാൻ ഈസി. ക്ലാസ്സുകൾ കാരണം എനിക്ക് കുറെ കൂടെ ഈസി ആയിരുന്നു. എനിക്ക് എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ട് ഒട്ടും പ്രയാസം തോന്നിയില്ല. പേടി കുറഞ്ഞ് എനിക്കിപ്പോൾ എക്സാം നമുക്കൊരു നമ്മൾ അത്രയും ഒരു ടെൻഷൻ പോലും ഇല്ലാതെ ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ പറ്റി. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഞാനാണ് ഇപ്പൊ എനിക്ക് ഇത്രയും നാടും വളർത്തിയത്. അവനെ ഈ നിലയിലൊന്ന് കാണാൻ എനിക്ക് വളരെ ഭാഗ്യമുണ്ടായി. വളരെ സന്തോഷമുണ്ട്. മിലിറ്ററി സെലക്ഷന് അവസരമൊരുക്കിയ FPTക്ക് വളരെയധികം സന്തോഷം, നന്ദി. ഇപ്പോൾ ഇനി ആർമിയിലേക്ക് ഒരുപാട് കുട്ടികൾ ജോലി ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ട്. അവരോട് എന്താണ് ജെൻസന് പറയാനുള്ളത്? എനിക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. FPT ഇപ്പൊ ആർമിയിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഒറ്റ ചോയ്സ് മാത്രം മതി, AFPയിലെ ട്രെയിനിങ് സെന്റർ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അതിനകത്ത്. കാരണം അവരാണ് എനിക്ക് ഇത്രയും എനിക്ക് ഈ ലെവലിലെത്തണമെങ്കിൽ FPTയിലെ ട്രെയിനിങ്ങും അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും. അതുകൊണ്ടാണ് അത് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു നെഗറ്റീവ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ പോലും അതിനെ നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ ബാക്കി എല്ലാ സപ്പോർട്ടും നമുക്ക് FPTയിൽ നിന്ന് നൽകുന്നതാണ്. അല്ലാതെ എനിക്ക് ഇനിയും വരുന്നവരോട് പറയാനൊന്നുമില്ല. എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടി എനിക്ക് FPTയോടും അവിടുത്തെ സാറന്മാരോടും സ്റ്റാഫ്സിനോടും എല്ലാവർക്കോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു.